മഹാഭാഗ്യം കൊണ്ടാ ഇപ്പൊ കണ്ണേട്ടനും മാർക്കോ ഒക്കെ രക്ഷപ്പെട്ടത്. എന്തായാലും അവൻ ഒന്നുകിൽ മരിക്കണം, അല്ലെങ്കിൽ അവൻ മരിച്ചതുപോലെ കിടക്കണം. അതാ എന്റെ ആഗ്രഹം. എന്നാ ഞാൻ പോയിട്ട് വരല്ലോ ഓപ്പോസേട്ടാ. ശരി മഞ്ജു. ആ ഒരു സർ ഇരിക്കൂ. താങ്ക് യു. ഞാൻ വന്നത് ആ മാർക്കോയെ ഒന്ന് കാണാനാ. ഇപ്പൊ കാണാലോ അല്ലേ? അവനൊരു കുഴപ്പമില്ല. ഇവിടെ കൊണ്ടുവന്ന കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മൊഴി എടുക്കേണ്ടി വരില്ലായിരുന്നു. ഞങ്ങൾ ഡോക്ടേഴ്സ് ഏതാണ്ട് മരിക്കും തന്നെ പറഞ്ഞതാ. അത്രയ്ക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അവിടുന്നാണ് അയാൾ ഞങ്ങളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് റിക്കവറായി വരുന്നത്. അവനെ അറിയാലോ ഡോക്ടർക്ക്. ആർക്ക് എന്ത് ആപത്തുണ്ടായാലും അതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാ. അറിയാം. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ കെയർ അയാൾക്ക് കൊടുത്തിരുന്നു. എങ്കിലും ഹാർട്ടിനും തലച്ചോറിനൊക്കെ ക്ഷതം തട്ടിയതുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും അയാളൊരു കോമാ സ്റ്റേജിലായി പോകുമെന്നാ ഞങ്ങൾ കരുതിയത്. കരുത്തുള്ള ശരീരം അവൻ്റേത്, നല്ല ഉറച്ച ശരീരം. അതുകൊണ്ട് ആ ഡോക്ടറെ പോലും ഞെട്ടിക്കാൻ അവന് പറ്റിയത്. ഇപ്പോൾ ICUലല്ലേ? അതെ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ. ശരി, താങ്ക് യു. മാർക്കോ, എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല സാറേ. ഡോക്ടർ പറഞ്ഞു വലിയ അത്ഭുതം നിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നോ? അതെ സാറേ, ഞാൻ ഡോക്ടറോട് പറഞ്ഞായിരുന്നു പരലോകം കണ്ടിട്ടാ തിരിച്ചു വന്നതെന്ന്. ശരിക്കും മരിച്ചതാ സാറേ. പെട്ടെന്ന് ഇവിടെ എത്തിയതുകൊണ്ടാ നീ രക്ഷപ്പെട്ടത്. ഈ സംഭവം നടന്ന സ്ഥലത്ത് പോയിട്ടാ ഞാനിവിടെ വരുന്നത്. അതൊരു വിജനമായ സ്ഥലമാ. പകല് പോലും ആൾക്കാരങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നൊരു പ്ലേസ് അല്ല. അതെ സാറേ, അങ്ങനൊരു സ്ഥലത്തേക്കാ കണ്ണൻ സാറിനെയും കൊണ്ടവൻ പോയത്. അതറിഞ്ഞിട്ടാ ഞാൻ അവനെ ഫോളോ ചെയ്തത്. കാറ് തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ കണ്ണൻ സാറിനെയും കൊണ്ട് മേഘനോട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ തിരുവല്ലത്തോട്ടാ പോകുന്നെന്നാ പറഞ്ഞത്. ഞാനും അങ്ങോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ ബുള്ളറ്റ് വിട്ടത്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ മുന്നിലാ സഞ്ചരിച്ചിരുന്നത്. അത് മേഘൻ മുതലാക്കി. അവൻ പിന്നെ അവൻ്റെ കാർ ഒരു വിടിയിലായിരുന്നു. 100 കിലോമീറ്റർ സ്പീഡിൽ വന്ന എൻ്റെ ബുള്ളറ്റിൽ അവൻ്റെ കാറിടിച്ചത്. ബുള്ളറ്റിൽ നിന്ന് ഞാൻ തെറിച്ചുപോയി വീഴുകയായിരുന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്? സംഭവിച്ചതൊക്കെ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി. ഇല്ല സാർ, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട്. നടന്നത് മാറ്റി പറഞ്ഞേ പറ്റൂ. കണ്ണൻ സാറിനെ രക്ഷിച്ചേ പറ്റൂ. ആ സമയത്ത് അർദ്ധബോധാവസ്ഥയിലായിരുന്നെങ്കിലും താഴെ വീണ ഞാൻ എന്നെ കൊല്ലാനായി വന്ന മേഘൻ്റെ കാലിൽ പിടിച്ച് വലിച്ചു സാറേ. അവനവിടെ വീഴുകയും ചെയ്തു. പെട്ടെന്നാണ് അടുത്തൊരു പാറക്കല്ല് കിടക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അതെടുത്ത് ഞാൻ അവൻ്റെ തലക്കിട്ടു. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്തായാലും പാറക്കല്ല് അവൻ്റെ തലയ്ക്ക് തന്നെയാണ് വീണത്. അവനിപ്പോൾ ഇവിടെ തന്നെയുണ്ട്. അവനെ ഞാൻ പിന്നെ കണ്ടോളാം. എന്തായാലും നടന്നു ഇതാണല്ലോ. അതെ സാറേ. നീ നിന്റെ രക്ഷയ്ക്കായിട്ടല്ലേ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് കേസ് ബലക്കത്തില്ലെന്ന് മാത്രമല്ല, അവനാണ് ഇവിടെ പ്രതി. പിന്നെ ഇതിനെല്ലാത്തിനും കണ്ണനും സാക്ഷിയാണല്ലോ. സാറ് കാറിലിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അവൻ കുഴപ്പമുണ്ടാക്കണമെന്ന് പറഞ്ഞ് നടക്കുക അല്ലേ? അതെ സാറേ. ഞാൻ കഴിഞ്ഞൊരു ദിവസം കണ്ണൻ സാറിൻ്റെ വർക്ക് സൈറ്റിലിട്ട് അവൻ്റെ കൈയും കാലും തല്ലി ഓടിച്ചതാ. തോമസ് സാറിൻ്റെ ചികിത്സയിൽ അവനൊന്ന് മെച്ചപ്പെട്ടപ്പോൾ വീണ്ടും മറ്റുള്ളവരെ തല്ലാനും കൊല്ലാനും വേണ്ടി ഇറങ്ങിയതാ. അവൻ്റെ അവസ്ഥയും ദയനീയമാ. അല്ലെങ്കിൽ ഇടിച്ചവൻ്റെ വാരിയല്ലേ ഞാൻ ഓടിച്ചാനെ. ശരിടാ, ഇവിടുന്ന് പോകാൻ തിടുക്കൊന്നും കാണിക്കണ്ട.
മുറിവൊക്കെ കരിഞ്ഞിട്ട് പോയാൽ മതി. എന്നാലിത് വല്ലാത്തൊരു സംഭവമായിപ്പോയല്ലോടെ കണ്ണ. എന്ത് ചെയ്യാൻ ആനന്ദേട്ടാ, ആര് പറഞ്ഞാലും കേക്കില്ലല്ലോ. മേഘം വിളിക്കുന്നിടത്തേക്ക് ഒരു കാരണവശാലും കണ്ണേട്ടം പോവാൻ പാടില്ലായിരുന്നു. അവന് സംശയം തോന്നണ്ടെന്ന് കരുതിയാ ഞാൻ പോയത്. അവനങ്ങനെ ഞാൻ നടന്ന കാര്യം അറിഞ്ഞു എന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. പോലീസ് എടാ, വിവരങ്ങൾ എന്തോ അറിഞ്ഞിട്ടാ പോലീസ് ഇങ്ങോട്ട് വരുന്നേ? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത്. അവരെന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അപകടത്തെ പറ്റി. പിന്നെ അറിയാമല്ലോ, മാർക്കോ എനിക്ക് പരിചയമുള്ള പയ്യനാണ്. എന്തായാലും അവന് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. മാർക്കോ എന്നോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കണ്ണൻ സഞ്ചരിച്ചിരുന്ന കാർ ഡ്രൈവ് ചെയ്തിരുന്നത് മേഘനായിരുന്നു അല്ലേ? അതെ. അതിനുശേഷം നിങ്ങളുടെ കാറിന് മുന്നിലൂടെ പോയിരുന്ന മാർക്കോയുടെ വണ്ടിയിൽ മേഘൻ കാർ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നല്ലേ? അതെ സർ. ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന കണ്ണന് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്നറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും മാർക്കോയെ മറ്റവൻ വകവരുത്തിയേനെ. മാർക്കോ പാറക്കല്ലെടുത്ത് അവന്റെ തലയ്ക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനെല്ലാം സാക്ഷി കണ്ണനാ. അതുകൊണ്ടാ കണ്ണന്റെ മൊഴിയെടുക്കാൻ ഞാൻ വന്നത്. ഈ അവസ്ഥയിലുള്ള നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. മാർക്കോ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല സർ. എന്നതൊന്ന് നോട്ട് ചെയ്യടോ. അവനും കുറച്ച് സീരിയസ് ആണെന്നാണ് അറിഞ്ഞത്. ബോധമില്ലാത്തതുകൊണ്ട് കയറി കണ്ടില്ല. ഇനിയിപ്പോൾ അവൻ മരിച്ചു പോയാലും മാർക്കോയുടെ പേരിൽ വലിയ കേസൊന്നുമില്ല. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവന് മേഘനെ വീഴ്ത്തേണ്ടി വന്നത്. എന്തായാലും വീണ് കിടന്ന മാർക്കോയുടെ ദേഹത്തൂടെ മേഘൻ കാറ് കയറ്റി ഇറക്കാതിരുന്നത് നന്നായി. വാഹനം കൊണ്ട് തട്ടിച്ചാൽ ഏതു കരുത്തനും പിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിയാ സർ. പിന്നെ നിങ്ങൾ രണ്ടുപേരും വക്കീലന്മാരാണല്ലോ. ഇനിയിപ്പോൾ കേസും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോ. ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു തരാം. എന്തായാലും മാർക്കോയെ ഇവിടുത്തെ സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് നന്നായി അറിയാം.
അവൻ ഒരിക്കലും ആരെയും മനഃപൂർവ്വം തല്ലാനും കൊല്ലാനൊന്നും പോവില്ല. എന്നാ ശരി. എടാ അനന്തു, ഐസിയുവിൽ കിടക്കുമ്പോൾ പോലും മാർക്കോ പോലീസിനോട് കഥകൾ വളച്ചൊടിച്ചാണല്ലോ പറഞ്ഞത്. എന്നെ പ്രതിയാക്കാതെ അവൻ പാറക്കല്ലെടുത്ത് തലക്കടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അത് മാത്രമല്ലല്ലോ കണ്ണേട്ടാ, ആ SI വന്നതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ടായി. മാർക്കോയ്ക്ക് കാര്യമായി കുഴപ്പമൊന്നുമില്ലാന്ന് മഹിക്ക് അറിയാൻ പറ്റിയല്ലോ. ആ അതെ, ഇതുവരെ ഇയാൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ഇല്ലായിരുന്നു. ആ ഞാൻ ലോപ്പസിനൊന്ന് വിളിക്കട്ടെ. ആ പറഞ്ഞു തീർന്നില്ല, ദാ ലോപ്പസ് വിളിക്കുന്നു. ആ സാറേ, ഇപ്പോഴാ SI വന്നിട്ട് പോയായിരുന്നു. ഇവിടെയും വന്നായിരുന്നു സാറേ. മാർക്കോ കഥകളൊക്കെ മാറ്റിയാ പറഞ്ഞിരിക്കുന്നേ. ഞാനിപ്പോ അവനെ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. സാറി നടന്നതൊക്കെ അതുപോലെ പറഞ്ഞോ? പറഞ്ഞേനെ, പക്ഷേ അതിനു മുമ്പ് മാർക്കോ പറഞ്ഞതൊക്കെ അയാൾ ഇങ്ങോട്ട് പറയുമായിരുന്നു. പിന്നെ ഞാൻ സൈലന്റ് ആയി. അത് നന്നായി. അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ SIക്ക് ഞങ്ങളോടൊക്കെ വലിയ മതിപ്പാ. അതുകൊണ്ട് പരമാവധി ഞങ്ങളെയൊക്കെ സഹായിക്കുകയുള്ളൂ. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞത്. മാർക്കോ ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ഡബിൾ ഓക്കെയാണ് സാറേ. അതെ, ഇവിടെ ഒരാൾ നിപ്പുണ്ട്. അയാളോടും കൂടെ അതൊന്ന് പറ. ആ മഹി, ദാ ലോപ്പസാ. ആ ലോപ്പസേ, മാർക്കോയ്ക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി. ഇവിടെ കൊണ്ടുവരുമ്പോ ആകെ വശക്കേടായിരുന്നു. ഞങ്ങളെല്ലാരും കൂടെ ബ്ലഡിന് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം ഭയായിരുന്നു. പക്ഷെ അത്ഭുതമെന്ന് പറഞ്ഞാ മതി, ഇപ്പൊ അവൻ ഏതാണ്ട് പഴയതുപോലെ ആയി. കുറച്ച് മുറിവൊക്കെ ഉള്ളൂ. ഉടൻ തന്നെ വാർഡിലേക്ക് മാറ്റും. ഇനിയിപ്പം ഞങ്ങൾ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ടോ? ശരി ലോപ്പസേ. ഇപ്പൊ ടെൻഷൻ മാറിയോ? ഇപ്പൊ എല്ലാം അനുകൂലമായിട്ട് വന്നിരിക്കുക. കേസ് പോലും. എടാ, വിജനമായ ഒരു സ്ഥലത്തേക്കാ മേഘൻ എന്നെ കൊണ്ടുപോയത്. കൊല്ലാനായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. ഇനി കൊന്നില്ലെങ്കിലും അവൻ എന്റെ കാല് തല്ലി ഒടിക്കുമായിരുന്നു. അവിടെ CCTV ഒന്നും അധികം ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നടന്ന ദൃശ്യങ്ങൾ പോലീസിന് പോലും കിട്ടാനുള്ള സാധ്യതയില്ല. ആ എടാ, അല്ലെങ്കിലും ആ SIക്ക് നമ്മളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങേര് ഇനി ഇതിന്റെ പിന്നാലൊന്നും പോവില്ല. പിന്നെ മേഘന അങ്ങേർക്കറിയാം. അതുകൊണ്ട് അവന്റെ തലയിൽ പരമാവധി കുറ്റം കെട്ടിവെക്കത്തേ ഉള്ളൂ. അവനിനി ജീവിക്കോ? ജീവിക്കാതിരുന്നാ മതിയായിരുന്നു. മഞ്ജു പോലും അതാ ആഗ്രഹിക്കുന്നത്. പിന്നെ അത് ആരാഗ്രഹിക്കാത്ത? എന്തിനാ ഇവനെ പോലുള്ളവർക്ക് മനുഷ്യന്റെ രൂപമെടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നേ? ഈ ജന്മം അവനിനി നന്നാവാനൊന്നും പോകുന്നില്ല. പിന്നെ ആ വിഷം ഒഴിഞ്ഞു പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. ഞാൻ ഏട്ടത്തി ഇടയ്ക്ക് വിളിച്ചായിരുന്നു. പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഏട്ടത്തി അങ്ങ് കട്ട് ചെയ്തു. നല്ല ടെൻഷൻ ഉണ്ടെന്നാ തോന്നുന്നേ. എന്താ പറ്റിയെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ അമ്മേ. ശോ, അപ്പച്ചി, അപ്പച്ചി, ഞാനിപ്പോ അമ്മയെ വിളിച്ചപ്പോ മേഘേട്ട ഹോസ്പിറ്റലാണെന്നാ പറഞ്ഞേ. കുറച്ച് സീരിയസ് ആണെന്നും പറഞ്ഞു. ആ മോളെ, ഞങ്ങളും അത്രേ അറിഞ്ഞുള്ളൂ. പിന്നെ നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞങ്ങളൊന്നും പറയാതിരുന്നതാ. ഓപ്പറേഷൻ തിയേറ്ററില. ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ അമ്മ പറഞ്ഞത്. കണ്ണേട്ടൻ മേഘേട്ടനെ കാണാനാണല്ലോ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് പോയത്. മോളെ, ഇനിയിപ്പൊ കണ്ണം വന്നാലേ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നൂറല്ലേ? അതെ.
എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതെന്റെ കണ്ണേട്ടന്റെ വീടാ. ഇവിടെ നിങ്ങളെയൊക്കെ പോലെ തന്നെ താമസിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട്. എന്നാ നീ ഒന്ന് താമസിച്ചു നോക്കടി. ഒരുത്തൻ കൈവിട്ട് കാണും, അതുകൊണ്ടായിരിക്കും ഓടി വന്നത്. അല്ലടി, ഒരു സമയത്ത് സാഗരേട്ടൻ കുഴപ്പക്കാരനായിരുന്നു. എന്നാൽ ഇപ്പോ നിന്റെ ഭർത്താവിനെയും ദേ ഇവളുടെ ആങ്ങളെയും പോലെ അല്ല എന്റെ സാഗരേട്ടൻ. അങ്ങേര് എന്നോട് കാണിക്കുന്ന സ്നേഹമേ വെറും പ്രകടനമല്ല, അതിന് ആത്മാർത്ഥതയുണ്ട്, സത്യമുണ്ട്. എന്തോന്ന് സത്യമാടി? ഒരുത്തിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും അവന്റെ ആണോന്ന് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംശയമേ എനിക്കില്ല. പിന്നെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടാ. ഒരുത്തൻ ജീവിക്കോ മരിക്കോ എന്ന് ഉറപ്പില്ല. ആ അവസ്ഥയിൽ അവിടെ കിടക്കുന്നെ. അവിടെ ഒരാള് നിൽപ്പുണ്ട്, അമ്മയെ കൂട്ട് എന്നെ അരച്ച് കലക്കി കുടിക്കാൻ ദേഷ്യമുള്ള ഒരാള്, എന്റെ അമ്മായി. അവരുമായിട്ട് സംസാരിച്ചിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അവന് കുറച്ച് സീരിയസ് ആണെന്ന് പറയാനും ഇവളെ കാണാനും. അത് പറയാൻ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മേഘേട്ടൻ സീരിയസ് ആയിട്ട് കിടക്കുന്നത് കാണാൻ നിനക്ക് സന്തോഷമല്ലേ? എന്താ സംശയം? സന്തോഷം തന്നെയാ. പിന്നെ നിന്നെ കാണാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരു സമയത്ത് നിന്റെ പിന്നാലെ നടന്നതല്ലേ ഇവിടെയുള്ള എല്ലാവരും. നിന്റെ അച്ഛനും അമ്മയും നിന്നോട് പറഞ്ഞതല്ലേ കണ്ണേട്ടന് നീ വിവാഹം കഴിക്കണമെന്ന്. അന്ന് നിനക്ക് ആ ബുദ്ധി തോന്നിയില്ല. എന്നിട്ടിപ്പൊ ലക്ഷ്മി എടുത്ത് പടി ഇറങ്ങി പോയപ്പോ ഓടി വന്നിരിക്കുവാ കണ്ണേട്ടനെ പാട്ടിലാക്കാൻ. അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കണ്ണേട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടത് ഇവളാ. ഞാൻ ലക്ഷ്മി എടുത്ത് ന്യായീകരിക്കുന്നില്ല. അവര് ചെയ്തതേ ദൈവത്തിന് നിരക്കാത്ത പണി തന്നെയാ. എന്റെ കണ്ണേട്ടനോട് ഒരിക്കലും അവരിങ്ങനൊരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാലും കണ്ണേട്ടനും ലക്ഷ്മി എടുത്തിയും പിണങ്ങി പിരിഞ്ഞെന്നറിഞ്ഞപ്പോ ഇവളുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് തള്ളിവിട്ടല്ലോ. ഇവളുടെ അച്ഛനും അമ്മയൊന്നും തള്ളിവിട്ടതല്ല. ഞാനാണ് സ്വാതിയോട് പറഞ്ഞത് ഇവിടെ വന്ന് നിൽക്കാൻ. അതിന്റെ പിന്നിൽ എന്താണെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇനി കണ്ണേട്ടന്റെ സ്വത്തുക്കൾ വേറൊരു പെണ്ണ് തട്ടിയെടുക്കാൻ പാടില്ല. പക്ഷേ അപ്പോഴും ഓർത്തോ, ഈ തറവാടുൾപ്പെടെ കണ്ണേട്ടന്റെ പകുതി സ്വത്തിന് ലക്ഷ്മി എടുത്തിക്കും അവകാശമുണ്ട്. ഈ വീടിനകത്ത് വന്ന് നാളെ ലക്ഷ്മി എടുത്തിക്ക് താമസിക്കണമെന്ന് തീരുമാനിച്ച അത് തീരുമാനിച്ചത് തന്നെയാ. നിങ്ങൾക്കാർക്കും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലേ അവളുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ. കത്തിച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് പോയി ജയിലിൽ കിടക്കാം. എന്നാലും കുഴപ്പമില്ലടി, അവളെ ഞാനിനി ഈ പടി കയറ്റില്ലല്ലോ. അല്ലെങ്കിലും അവരിങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. സ്വന്തം മകളുടെ കുഞ്ഞിനെ കൊന്നൊരമ്മയാ എന്റെ അമ്മ. സത്യത്തില് അമ്മയുടെ വയറ്റിൽ തന്നെയാണോ ഞാൻ ജനിച്ചത്? അതോ ആരെങ്കിലും നടതള്ളിയപ്പോ എന്നെ അമ്മ എടുത്ത് വളർത്തിയതാണോ? എടി, നോവ് അനുഭവിച്ചു തന്നെയാ നിന്നെ ഞാൻ പ്രസവിച്ചത്. പക്ഷേ എനിക്കിപ്പൊ തോന്നുന്നത് നീ എന്റെ മകളല്ലെന്നാ. അത് നന്നായി. എനിക്ക് പകരെന്താ ഈ രണ്ട് വിഷവിത്തുക്കൾ ഇവിടെ ഉണ്ടല്ലോ. ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? ഇഷ്ടം പോലെ സ്വത്തും പണവും ഉണ്ടല്ലോ സ്വന്തം അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ. അത് പോരാഞ്ഞിട്ട് ഇവിടുത്തെ സ്വത്തിലും കൂടെ കൊണ്ണം നട്ട് നടക്കുവാ. അത് തന്നെയാ നിന്നോടും എനിക്ക് പറയാനുള്ളത്. നീ അമ്മയുടെ ഉപദേശം കേട്ടോണ്ട് നടന്നാലേ അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ച് ഭ്രാന്താവും. ഞാൻ ഇവിടെ താമസിക്കുന്ന സമയത്തെ എന്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഏത് നേരവും സ്വത്ത് സ്വത്ത് സ്വത്ത്. അന്യന്റെ സ്വത്ത് പിടിച്ചു വാങ്ങണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു അമ്മയാ. അമ്മയുടെ ആങ്ങളെ അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ സ്വന്തം പേരക്കുട്ടിയെ പോലും കൊല്ലാൻ നോക്കിയത്. ഇങ്ങനൊരു അമ്മയുടെ മകളായി ജനിച്ചതിലെ അങ്ങേയറ്റം ദുഃഖിക്കുന്ന കൂട്ടത്തിലാ ഞാൻ. അമ്മ ഒരു പരാജയോ, സമ്പൂർണ്ണ പരാജയം. നിർത്തടി. ഞാൻ
പറഞ്ഞതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാ. അതിന് എന്റെ കാരണത്തടിക്കേണ്ട കാര്യമില്ല. ഇറങ്ങിക്കോണം ഇപ്പോ ഇവിടുന്ന്. ഇറങ്ങ. എന്തായാലും ഇനി നിന്റെ ആങ്ങളയുടെ ശല്യം എനിക്കുണ്ടാവുമെന്ന് തോന്നില്ല. ആർക്കും ഉണ്ടാവില്ല. അവനെ പോലുള്ളവനൊക്കെ ഈ ലോകത്തിനൊരു ഭാരമാടി. ഇവരുടെയൊക്കെ വാക്ക് കേട്ട് നടന്നാലേ നീയും അങ്ങനെയായി പോവും. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? സ്വന്തം പേരിലുള്ള സ്വന്തം വീട്ടിൽ നിന്നോണ്ട് ഇങ്ങനെ ആജ്ഞാപിച്ചാ മതി. ഇവിടെ അത് വേണ്ട.